എസ് മധുര ശ്രീകൃഷ്ണ ജന്മഭൂമി വിഷയവുമായി ബന്ധപ്പെട്ട 15 കേസുകൾ ഒന്നിച്ച് കേൾക്കാമെന്ന് അലഹബാദ് ഹൈക്കോടതി. ഈ വിധിക്കെതിരായ ഹർജി സുപ്രീംകോടതി തള്ളി. മുസ്ലിം വിഭാഗമാണ് സുപ്രീംകോടതിയെ സമീപിച്ചത്. ഹർജി ഹൈക്കോടതിയുടെ പരിഗണനയിലാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് സുപ്രീംകോടതി നടപടി. വിവരങ്ങളുമായി ഗൗതം ജ്യോതി. ഈ മുസ്ലിം വിഭാഗമാണ് 15 ഹർജികളും ഒരുമിച്ച് കേൾക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീംകോടതിയെ സമീപിച്ചപ്പോൾ ഹർജികൾ സുപ്രീംകോടതി തള്ളിയിട്ടുണ്ട്. ഹൈക്കോടതി പരിഗണിക്കുന്ന കേസായതിനാൽ അത് ഹൈക്കോടതി തന്നെ തീർപ്പാക്കുമെന്ന നിലപാടിലാണോ സുപ്രീംകോടതിയുടെ ഈ നടപടി? ഗൗതം. ഉമേഷ്, അത് തന്നെയാണ്. ശ്രീകൃഷ്ണ ജന്മസ്ഥാനുമായി ബന്ധപ്പെട്ട 15 ഹർജികൾ ഒരുമിച്ച് കേൾക്കണമെന്നതായിരുന്നു ഈ മുസ്ലിം കക്ഷികളുടെ ആവശ്യം. ഇതിപ്പോൾ അത് അംഗീകരിക്കുവാൻ സുപ്രീം കോടതി വിസമ്മതിച്ചിരിക്കുകയാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട നേരത്തെ അലഹബാദ് ഹൈക്കോടതി ഈ ഹൈക്കോടതിയുടെ വിധിയെ ചോദ്യം ചെയ്തുകൊണ്ടാണ് മുസ്ലിം കക്ഷികൾ സുപ്രീം കോടതിയെ സമീപിച്ചത്. 15 കേസുകൾ വ്യത്യസ്തമായി കേൾക്കണം എന്ന നിലപാടാണ് ഈ കക്ഷികൾ മുന്നോട്ട് വെച്ചത്. പക്ഷേ ഇത് അംഗീകരിക്കാൻ സുപ്രീം കോടതി തയ്യാറായില്ല. നേരത്തെ ഈ കൃഷ്ണ ജന്മഭൂമിയിൽ പഠനം നടത്തുന്നത്, അതായത് ഈ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ഉൾപ്പെടെ പഠനങ്ങൾ നടത്തണം എന്ന ആവശ്യം ഒരു ഭാഗത്ത് ശക്തമായപ്പോൾ അതിനെ ചോദ്യം ചെയ്തും നേരത്തെ മുസ്ലിം കക്ഷികൾ ഹർജി നൽകിയിരുന്നു. അത് കോടതി തള്ളിയതാണ്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ 15 ഹർജിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലും ഇത്തരമൊരു നിലപാട് സുപ്രീം കോടതി കൈക്കൊണ്ടു. ഗൗതമാണ് വിശദമായ വിവരങ്ങൾ നൽകിയത് ഡൽഹിയിൽ നിന്ന്.